Hi. Next condition GERD, gastroesophageal reflux disorder. എന്താണ് GERD? നമ്മുടെ വയറിലെ ആസിഡ് തിരികെ ഈസോഫാഗസിലേക്ക് പോകുന്ന രോഗാവസ്ഥയാണ് GERD എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ലോവർ ഈസോഫാഗൽ സ്പിങ്ചർ അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്ത അവസ്ഥ. അതായത് എന്താണ് ഈ LES എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസോഫാഗസിൻ്റെയും സ്റ്റൊമക്കിൻ്റെയും ഇടയിലുള്ള മസ്കുലർ റിംഗ് ആണ് LES. അപ്പോൾ LES എപ്പോഴാണ് ആക്ട് ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം വയറിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് ഈ LES ഓപ്പൺ ആവുകയും അതിനുശേഷം ക്ലോസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവാതിരിക്കാൻ ഇത് സഹായിക്കും. അതായത് ആസിഡ് തിരികെ ഈസോഫാഗസിലേക്ക് പോവാതിരിക്കാൻ LES കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ലോവർ ഈസോഫാഗസ് സ്പിങ്ചറിൻ്റെ ഫങ്ഷൻ മനസ്സിലായി. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ അത് പ്രവർത്തിച്ചില്ല എന്നാ പറ്റുന്നതെന്ന്? GERD ഉണ്ടാവുന്നു. സോ നമുക്കിനി റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ഒബീസിറ്റി, പൊണ്ണത്തടി ഉള്ളവർക്ക്, പിന്നെ സിവിയർ ആൽക്കഹോൾ കൺസപ്ഷൻ, നല്ല മദ്യപാനികൾക്ക്, പിന്നെ സ്മോക്ക് ചെയ്യുന്നവർക്ക്, പിന്നെ ഹൈറ്റൽ ഹെർണിയ ഒരു കാരണമാണ്, പിന്നെ പ്രഗ്നൻസി, പിന്നെ കണ്ടുവരുന്നത് നമ്മൾ ചില ഫുഡൊക്കെ അടിക്കത്തില്ലേ, അസിഡിക് ഫുഡ്, അതുപോലെ തന്നെ ഫാറ്റി ഫുഡ്, അങ്ങനെയുള്ള ഒരുപാട് ജങ്ക് ഫുഡ് അടിക്കുന്നവർക്കാണ് കൂടുതലും ഈ രോഗാവസ്ഥ കണ്ടുവരുന്നത്. സോ പ്രധാനമായും നമ്മൾ കാണുന്ന സിംറ്റംസ് ഹാർട്ട് ബേൺ, നെഞ്ചെരിച്ചിൽ, അതുപോലെ തന്നെ റീഗർജിറ്റേഷൻ, ആസിഡ് തൊണ്ടയിലേക്ക് വരുന്ന അവസ്ഥ, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഡിസ്ഫേജിയ, നേരിയ ചുമരത്തിലെ വേദന, സോർ ത്രോട്ട്, അമിതമായി വെള്ളം ഉരുണ്ടിങ്ങനെ വായ്ക്കകത്ത് വരുന്നത്, ഹൈപ്പർ സലൈവേഷൻ, ഇതാണ് നമ്മൾ സാധാരണയായി കാണുന്ന രോഗലക്ഷണം. സോ നെക്സ്റ്റ് എറ്റിപ്പിക്കൽ സിംറ്റംസ്, അതായത് അസാധാരണമായ ലക്ഷണം, മാരകമായ നെഞ്ചുവേദന, അതായത് കാർഡിയാക് ഡിസീസ് പോലെ തോന്നാം, പക്ഷേ ആൻറ്റാസിഡ് കഴിച്ചാൽ മാറുന്ന അവസ്ഥ, പിന്നെ ആസ്മ പോലുള്ള ചുമ, ശ്വാസകോശ പ്രശ്നങ്ങൾ, പിന്നെ ഡെൻ്റൽ ഇറോഷൻ, അതായത് ആസിഡ് അറ്റാക്ക് കാരണം നമ്മുടെ പല്ലിൽ ക്യാവിറ്റി ഉണ്ടാവാനും കാരണമാകുന്നു. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ആദ്യം നമുക്ക് 24 hour pH മോണിറ്ററിംഗ് ആണ്. അതിന് എത്രത്തോളം ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നുവെന്ന് വിലയിരുത്താൻ സഹായിക്കുന്നു. 2 ഈസോഫാഗോ ഗ്യാസ്ട്രോഡീഡനോസ്കോപ്പിയാണ്. അതിന് മെയിൻലി ബാരറ്റ് ഈസോഫാഗസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പരിശോധിക്കുന്നതാണ്. 3 ബേരിയം സ്വാലോ സ്റ്റഡിയാണ്. അതിന് മെയിൻലി ഹൈറ്റൽ ഹെർണിയ ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ്. 4 മാനോമെട്രിയാണ്. ഇത് LESൻ്റെ ഫംഗ്ഷൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും ടെസ്റ്റാണ് നമുക്ക് GERD ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് കോംപ്ലിക്കേഷൻ നോക്കാം. കോംപ്ലിക്കേഷൻ ഓഫ് GERD. നീണ്ടു നിൽക്കുന്ന GERD നമുക്ക് പല പ്രശ്നങ്ങളിലേക്ക് പോകും. ഫസ്റ്റ് വൺ ബാരറ്റ് ഈസോഫാഗസ് എന്ന് വെച്ചാൽ അമിതമായ ആസിഡ് റിഫ്ലക്സ് മൂലം നമ്മുടെ ഈസോഫാഗസിൽ ഉള്ള നോർമൽ സെൽസ് അബ്നോർമൽ സെൽസിലേക്ക് പോവുകയും അതുവഴി പ്രീ ക്യാൻസറസ് കണ്ടീഷനായ ബാരറ്റ് ഈസോഫാഗസ് ഉണ്ടാവാനുള്ള ചാൻസ് ഏറെയാണ്. 2 ഈസോഫാഗൽ സ്ട്രിങ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നാരോ ആവും ഈസോഫാഗസ് നാരോ ആയാലും കോംപ്ലിക്കേറ്റഡ് ആണ്. 3 ഈസോഫാജൈറ്റിസ് ഇൻഫെക്ഷൻ. 4 ആസ്പിറേഷൻ ന്യൂമോണിയ, അതായത് ആസിഡ് ശ്വാസകോശത്തിൽ പോകുന്നത് മൂലം ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ആകുന്നു. ഇതൊക്കെയാണ് മെയിൻലി കാണുന്ന കോംപ്ലിക്കേഷൻസ്. ട്രീറ്റ്മെൻറ്റ്, ജീവിതശൈലി മാറ്റം വരുത്തുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഭാരം കുറയ്ക്കുക, കിടക്കയുടെ തലഭാഗം 6 മുതൽ 8 ഇഞ്ച് വരെ ഉയർത്തുക, ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് ഭക്ഷണം ഒഴിവാക്കണം, പിന്നെ സ്പൈസി ഫാറ്റി അതുപോലെ തന്നെ ചൂട് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം, പിന്നെ പുകവലി മദ്യപാനം നിർത്തുക. ഇതാണ് ലൈഫ് സ്റ്റൈലിൽ വരേണ്ട മോഡിഫിക്കേഷൻ. രണ്ടാമത് നമുക്ക് മെഡിക്കേഷൻ നോക്കാം. ആദ്യം നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒമിപ്രസോൾ, പാൻഡോപ്രസോൾ. അതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ആസിഡ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ലോങ് ടേം യൂസ് ആണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസിൻ്റെ ചാൻസും ഉണ്ട്. അടുത്ത നമ്മൾ H2 റിസപ്റ്റേഴ്സ് ബ്ലോക്കേഴ്സ് ആണ് കൊടുക്കുക, അതായത് റാൻറ്റിഡിൻ അങ്ങനെയുള്ളതല്ല. അത് മെയിൻലി ആസിഡ് സെക്രീഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിതും കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ആൻറ്റാസിഡ്സ് ആണ്. അത് മെയിൻലി പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി. എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അങ്ങനെയുള്ളത്. ഇതിനകത്ത് മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് കാലം ഇത് യൂസ് ചെയ്താൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അടുത്ത് നമ്മൾ പ്രോകൈനറ്റിക്സ് ആണ് കൊടുക്കുന്നത്, അതായത് മെറ്റോ ക്ലോപ്രൊമായിഡാണ് കൊടുക്കുന്നത്.
അത് ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്, ട്രെമേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഏറെയാണ്. ട്രെമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം, കയ്യ്, കാലൊക്കെ അൺകൺട്രോളബിളായിട്ട് മൂവ് ചെയ്യും. അങ്ങനൊരു അവസ്ഥയിലേക്ക് വരാനുള്ള ചാൻസ് ഏറെയാണ്. അടുത്തത് നഴ്സിംഗ് ഇൻ്റർവെൻഷനും പേഷ്യൻ്റ് എഡ്യൂക്കേഷനുമാണ്. ആദ്യം നമ്മൾ മോണിറ്റർ സിംറ്റം. മെയിൻലി നമ്മൾ റിഫ്ലക്സ് എത്ര തവണ, അതായത് ആസിഡ് റിഫ്ലക്സ് ത്രോട്ടിൽ എത്ര തവണ ഫീൽ ചെയ്തു എന്ന്, അതിൻ്റെ സിവിയാരിറ്റി എന്താണ്, അതൊക്കെയാണ് നമ്മൾ മെയിൻലി അസസ് ചെയ്യേണ്ടത്. ആസിഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മുന്നേ കഴിച്ച ആഹാരം തൊണ്ടയിൽ തികട്ടി വരത്തില്ലേ, അങ്ങനെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആസിഡ് പോലെ എന്തെങ്കിലും തൊണ്ടയിൽ വരുന്ന അതിൻ്റെ റിഫ്ലക്സ് എത്ര പ്രാവശ്യം വന്നു, 2 അല്ലെങ്കിൽ 3 തവണ വന്നു, അതൊക്കെ അസസ് ചെയ്യുന്നതാണ് ഇവിടെ. ആഹാരശീലം മാറ്റുക. കഫീന്, അസിഡിക്കായ മസാല ഭക്ഷണം ഒഴിവാക്കുക. ചെറിയ അളവിൽ പലതവണ ഭക്ഷണം കഴിക്കാൻ പേഷ്യൻറ്റിനോട് പറയണം. അടുത്തത് പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ദാറ്റ് മീൻ മോണിറ്റർ ഫോർ കോംപ്ലിക്കേഷൻ. അതായത് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഭാരം കുറയുന്നത്, തുടർച്ചയായ ചുമ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അറിയിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കണം. മരുന്ന് കൃത്യമായി കഴിക്കണം. അതായത് മരുന്ന് ഭക്ഷണത്തിന് 30 മിനിറ്റ് മുമ്പേ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പുകവലി, മദ്യപാനം, അതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ പേഷ്യൻറ്റിനോട് പറയണം. ഇതൊക്കെയാണ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ്, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. ക്ലിയർ അല്ലേ?